അടുത്തതായി പ്ലാസെൻ്റൽ മാമൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഫീമെയിൽ പ്ലാസെൻ്റൽ മാമൽസ്. എന്താണ് പ്ലാസെൻ്റൽ മാമൽസ് തന്നെ? ഫീറ്റസിനെ മദറിൻ്റെ യൂട്രസിൽ തന്നെ ക്യാരി ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ക്യാരി ചെയ്യുന്നവരെയാണ് നമ്മൾ പ്ലാസെൻ്റൽ മാമൽസ് പറയും. മലയാളത്തിൽ അതിനെ സസ്തനികൾ എന്ന് പറയും. സോ അങ്ങനത്തെ ഫീമെയിൽ പ്ലാസെൻ്റൽ മാമൽസിലൊക്കെ അവരുടെ ബോഡിയിൽ ഒരു സൈക്ലിക് ചേഞ്ചസുകൾ ഉണ്ടാവാറുണ്ട്. അവരുടെ റിപ്രൊഡക്റ്റീവ് ഫേസിൽ സൈക്ലിക് ചേഞ്ചസുകൾ ഉണ്ടാവും. ആ സൈക്ലിക് ചേഞ്ചസിന് കാരണം അവരുടെ ബോഡിയിലെ ഓവറി, അതിനോടനുബന്ധിച്ച ആക്സസറി ഡക്റ്റുകൾ, അതുപോലെ അതിനെ സഹായിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ്, ഇതൊക്കെ കാരണം അവരുടെ റിപ്രൊഡക്റ്റീവ് ഫേസിൽ ഒരുപാട് സൈക്ലിക് ചേഞ്ചസിലൂടെയാണ് ഈ ഫീമെയിൽ പ്ലാസെൻ്റൽ മാമൽസ് കടന്നു പോകുന്നത്. അതിൻ്റെ ബേസിൽ നമുക്ക് ഈ ഫീമെയിൽ പ്ലാസെൻ്റൽ മാമൽസിൻ്റെ ബേസിൽ 2 കാറ്റഗറി ആയിട്ട് മാമൽസിനെ തരംതിരിക്കാം. അതൊന്നാണ് പ്രൈമേറ്റ്സ് ആൻഡ് നോൺ പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സ് ആൻഡ് നോൺ പ്രൈമേറ്റ്സ്. ഈ 2 കാറ്റഗറി ഓഫ് മാമൽസിലും നമുക്ക് 2 തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഫേസും അല്ലെങ്കിൽ ഈ മാമൽസിലെ സൈക്ലിക് ചേഞ്ചസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പ്രൈമേറ്റ്സിൽ കാണുന്ന ആ സൈക്ലിക് ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ. പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന ഈ റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ള സൈക്ലിക് ചേഞ്ചസ്, ഓവറിയുടെ ആക്സസറി ഡക്റ്റ്, ഹോർമോണൽസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാവുന്ന ആ സൈക്ലിക് ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഫീമെയിൽ പ്ലാസെൻ്റൽ മാമൽസിൻ്റെ, അതിൽ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. അതേ തന്നെ നോൺ പ്രൈമേറ്റ്സിലാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. എന്താണ് അവരുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? അവരുടെ ഓവറി ആൻഡ് ആക്സസറി ഡക്റ്റ് ആൻഡ് ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഒരുപാട് സൈക്ലിക് ചേഞ്ചസുകൾ നടന്നു പോകും. ആ സൈക്കിള് പ്രൈമേറ്റ്സിൽ നമ്മളതിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്നും നോൺ പ്രൈമേറ്റ്സിൽ നമ്മളതിനെ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയും. ഇനി എന്താണ് പ്രൈമേറ്റ്സും നോൺ പ്രൈമേറ്റ്സും? പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സൈസ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് പ്രൈമേറ്റ്സ്. ബ്രെയിൻ സൈസ് വളരെ ചെറുതായിട്ടുള്ളതാണ് നോൺ പ്രൈമേറ്റ്സ്. ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട് രണ്ടുപേരും നമ്മൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവരുടെ ബ്രെയിൻ സൈസ് വെച്ചിട്ടാണ് പ്രൈമേറ്റ്സിനെയും നോൺ പ്രൈമേറ്റ്സിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്? മങ്കി ആൻഡ് ഏപ്പ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇവരൊക്കെയാണ് നമ്മൾ പ്രൈമേറ്റ്സിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അതേസമയം നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഡിയർ, ഡോഗ്, പിന്നെ കൗ, ഷീപ്പ്, റാറ്റ്. ഇതൊക്കെയാണ് നോൺ പ്രൈമേറ്റ്സ്. ഇപ്പോൾ 2 തരത്തിലുണ്ട്: ഈസ്റ്റർ സൈക്കിൾ ഇൻ നോൺ പ്രൈമേറ്റ്സ് ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ ഇൻ പ്രൈമേറ്റ്സ്.